അന്യായമണ്ണ അന്യായം, സ്വർഗം മാമ സ്വർഗം, ഈ പ്രയോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരാണ് സാധാരണ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന്. മുകേഷ് എം നായർ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരു ഫുഡ് ബ്ലോഗറാണ്. ട്രാവലോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മാധ്യമപ്രവർത്തകനായിരുന്നു നേരത്തെ. മുകേഷിനെതിരെ ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുകയാണ്. പോക്സോ കേസാണ്. തിരുവനന്തപുരത്ത് കോവളം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 15 വയസ്സുള്ള കുട്ടിയെ മോശം ദൃശ്യങ്ങൾ പകർത്തി, ആ കുട്ടിയുടെ മോശം ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ മൊഴിയായി പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഒരു ഷൂട്ട് ഫെബ്രുവരിയിൽ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 12-ാം തീയതി ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്. ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ വീഡിയോയാണ്. ആ സമയത്താണ് മുകേഷ് ഈ തരത്തിൽ പെരുമാറിയത്, ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്തിയതും തൊട്ടടുത്ത ദിവസം പ്രചരിപ്പിച്ചതും എന്ന നിലയ്ക്കാണ് ഈ പരാതി വന്നിട്ടുള്ളത്. മുകേഷിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം വീഡിയോകൾ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങൾ പറയുകയും ആളുകൾക്കിടയിൽ സ്വാധീനം നേടുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോഴാണ് ഈ തരത്തിലൊരു കേസ് മുകേഷിനെതിരെ വരുന്നത്. നേരത്തെയും ഈ മദ്യത്തിൻ്റെ ഉപയോഗം പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ കേസിലൊന്നും തന്നെ അങ്ങനെയുള്ള പരാതികൾ നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തി. ഈ കേസിൽ മുകേഷിൻ്റേതായ വിശദീകരണം നൽകുന്നുണ്ട്. ഈ ഫെബ്രുവരിയിൽ ഷൂട്ട് നടക്കുന്നു, 12-ന് നടക്കുന്നു, 13-ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ആ ദൃശ്യം പുറത്തു വരുമ്പോൾ തന്നെ, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചില ആളുകൾ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കാര്യം. പിന്നീട് പെൺകുട്ടിയുടെ തന്നെ ഒരു ഓഡിയോ ക്ലിപ്പ് തനിക്ക് വരുന്നു. ഇത് ചില തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുന്നതാണ്. തനിക്കോ മാതാപിതാക്കൾക്കോ ഈ കാര്യത്തിൽ മറ്റ് തർക്കങ്ങളില്ല, ബുദ്ധിമുട്ടില്ല എന്ന കാര്യം പെൺകുട്ടി പറയുന്നതായ ഓഡിയോ ക്ലിപ്പ് അത് മുകേഷ് തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ഈ ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന അങ്ങനെ വ്ളോഗർമാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ തൻ്റെ ശത്രുക്കളായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവർ ആണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുമായി ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെ തനിക്കെതിരെ തിരിച്ചുവിടുന്നതെന്നൊരു ആക്ഷേപം കൂടിയാണ് മുകേഷ് ഉന്നയിക്കുന്നത്. ഇതിൽ നിയമപരമായ എന്ത് നടപടിയും അല്ലെങ്കിൽ ആ പോരാട്ടം നടത്താൻ തയ്യാറാണെന്ന കാര്യം കൂടി മുകേഷ് പറയുന്നുണ്ട്. ഫെബ്രുവരി 12-ാം തീയതി ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പ്രൊമോഷൻസും ഒക്കെ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ ഷൂട്ടിന് പങ്കെടുക്കുന്നു. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞ് 13-ാം തീയതി വൈകിട്ട് ഈ വീഡിയോ റിലീസാവുന്നു. 14-ാം തീയതി ഈ കുട്ടി തന്നെ ചേട്ടാ പിന്നെ ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതി സമർപ്പിക്കുന്നുണ്ട്. അയ്യോ അല്ല, പ്രശ്നമല്ല, ഇത് ഇവര് മനഃപൂർവ്വം കാണിക്കുന്നതാ, അല്ലാതെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ആക്ച്വലി മനഃപൂർവ്വം കാണിക്കുന്നത്. എൻ്റെ അച്ഛനെ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഉറക്കരുത്. ഇപ്പം അനുസരിച്ച് പറഞ്ഞിട്ട് എണീറ്റ് തന്നെ, ഒരു പ്രശ്നമില്ല. അവർക്ക് മേ ബി വീഡിയോ കണ്ടിട്ട് കൊണ്ടാണ്, അതുകൊണ്ട് കാണിക്കുന്നതാ. പിന്നെ അതുപോലെ ഈ പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. കടമായിട്ടാണ്, സഹായമായിട്ടാണ് ചോദിച്ചത്. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, വേറൊരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവലിംഗ് ആയിരുന്നു. ചേട്ടാ എന്തേലും പറ്റുവാണേലും അയച്ചു തരണേ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചിട്ട് തരാം. ഇവിടെ എനിക്ക് വേറെ ആരായിട്ട് ചോദിച്ചിട്ട് ആരും തന്നില്ല. അപ്പം ഇപ്പം തന്നെ അർജന്റായിട്ട് സ്കാനിങ് എടുക്കണം. ചേട്ടൻ എന്തായാലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പം അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായി വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന് എന്നോടുള്ളൊരു വൈരാഗ്യമുണ്ട്. കാരണം കേരളത്തിൽ തന്നെ 1000-ലധികം ഇനോഗ്രേഷൻസ് പ്ലസ് 2500 ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഉള്ള ഒരാളാണ്. അപ്പം പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട്. കാരണം ഇവിടെ നടക്കുന്ന മേജർ ഇനോഗ്രേഷൻസിലും മേജർ ഇവൻസിലുമൊക്കെ എന്നെ ആയിരിക്കും ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നു, ബ്രാൻഡിങ് ചെയ്യുന്നു, എനിക്ക് അതുകൊണ്ട് കൂടുതൽ മൈലേജ് കിട്ടുന്നു എന്നുള്ള രീതിയിൽ പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു കേസാണിത്. അതിനെ ഈ പെൺകുട്ടിയെ മറയാക്കി കൊണ്ടുവന്ന് ഒരു പോസ്കോ എന്ന് പറയുമ്പോൾ പിന്നെ കുറേ നാളത്തേക്ക്
മറ്റുള്ളവർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇനോഗ്രേഷൻസിലൊക്കെ നമ്മളെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ കയ്യിൽ ദൈവം സഹായിച്ച് കംപ്ലീറ്റ് പ്രൂഫും ഉണ്ട്. ഈ പെൺകുട്ടി ഷൂട്ടിന് ശേഷം സംസാരിച്ചതും എൻ്റെ കോൾ റെക്കോർഡിങ്സും പിന്നെ അതിനോടൊപ്പം തന്നെ ഈ ജാൻ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി വിളിച്ചിട്ടാണ്. ഞാൻ എൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ്. ഞാൻ അതിനകത്ത് അവർ വിളിക്കുന്നു, അഭിനയിക്കുന്നു, പുറത്തുവരുന്നു. 20-25 പേർ നോക്കി നിൽക്കുമ്പോഴാണ് ഈ ഷൂട്ട് നടന്നത്. അപ്പം അവിടെ അത്തരത്തിലൊന്നും നടന്നിട്ടില്ലെന്ന് ബാക്കിയുള്ള മോഡൽസിനും ഈ പിന്നെ ഈ റിസോർട്ടിലെ അധികൃതർക്കും അല്ലെങ്കിൽ ഈ ഷൂട്ട് നടന്ന സ്ഥലത്ത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്. താൽക്കാലികമായി കുറച്ചൊരു മോശം എനിക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ കോടതിയിൽ പ്രൂവ് തന്നെ ചെയ്യും. അതിനുള്ള കംപ്ലീറ്റ് പ്രൂഫ് എൻ്റെ അടുത്തുണ്ട്. എനിക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരായാലും നമ്മളോട് ദേഷ്യമുള്ളവരായാലും നിങ്ങളാരും സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ വേണ്ട. ഞാനിത് കംപ്ലീറ്റ് കോടതിയിൽ തെളിയിക്കുന്നതായിരിക്കും. അതിനുള്ള കംപ്ലീറ്റ് പ്രൂഫ്. കാരണം ഒരാൾ തെറ്റ് ചെയ്തു എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളോ മീഡിയയോ പോലീസോ ഒന്നുമല്ല. അതിനെല്ലാം മുകളിലാണ് ജുഡീഷ്യറി. ഞാനിപ്പോൾ ഒരു നിയമ വിദ്യാർത്ഥി കൂടെയാണ്. അപ്പം ഞാൻ പഠിക്കുന്ന നിയമത്തിൽ വളരെയധികം വിശ്വാസമുണ്ട്. ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, 101% എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് മണി ബ്ലാക്ക് മെയിലിംഗ് കേസാണെന്നുള്ളതിന് 101% എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഏതായാലും വലിയ വീഡിയോകൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് വീഡിയോ ഉണ്ട്, അല്ലാതെ യാത്രകൾ ചെയ്ത് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോകളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്രശസ്തിയിലേക്ക് എത്തിയ ശേഷം മുകേഷ് പരസ്യ കമ്പനികളുമായി ചേർന്ന് ചില പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പല സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിലും വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം ഈ ഭക്ഷണ സംബന്ധിയായ വീഡിയോകൾ ചെയ്ത് അങ്ങനെ ജനങ്ങളുടെ പ്രീതി പറ്റുകയും പിന്നീട് എന്തിനിങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് പോകുന്നു എന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യവും അദ്ദേഹത്തിൻ്റെ ആവശ്യവുമാണ്. കാരണം സാമ്പത്തികം ഒരു വലിയ ഘടകം തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് കാശ് സമ്പാദിക്കണമെങ്കിൽ മാറി ചിന്തിക്കേണ്ടി വരും, മാറി യാത്ര ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള പരസ്യ ചിത്രങ്ങൾ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ അതൊക്കെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ന്യായീകരണവും. പക്ഷേ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിനൊരു ഗൗരവ സ്വഭാവമുണ്ട്. 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്ന തരത്തിലുള്ളൊരു കേസ് വരുമ്പോൾ അതിൽ എന്താണ് ഇനി നടപടി എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ, മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക എന്നതാണ്. ഏതായിരുന്നാലും കേരളത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടമുള്ള, അവർ തുടർച്ചയായി വീഡിയോകൾ കാണുന്ന ഒരാളാണ് മുകേഷിൻ്റെ വീഡിയോകൾ പലർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കേസിലേക്ക് ചെന്ന് വീഴുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നത് അടുത്ത ദിവസങ്ങളിലായിരിക്കും വ്യക്തമാകുക.